പിങ്ക് മിഡ്നൈറ്റ് റണ്ണിലേക്കാണ്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫ്ലവേഴ്സും 24ഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന് ഇനി മണിക്കൂറുകൾ മാത്രം. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വ്യവസായ മന്ത്രി പി രാജീവ് രാത്രി 9 മണിക്ക് പിങ്ക് മിഡ്നൈറ്റ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫ്ലവേഴ്സ് എംഡിയും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാംസുന്ദർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാകും ഈ ഫ്ളാഗ് ഓഫ് നടക്കുക. വിശദാംശങ്ങളുമായി ആൻമരിയ സണ്ണി, കീർത്തന കേശവൻ, വീണ സനു എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ആൻമരിയ സണ്ണിയിലേക്കാണ്. ആൻമരിയ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നുവല്ലോ, എന്തൊക്കെയാണ് നൽകാനുള്ള പുതിയ വിവരങ്ങൾ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലുള്ള സംഗീത നിശ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എത്രയധികം ആളുകളാണ് ഈ പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള തെളിവാണ് ഈ ദൃശ്യങ്ങൾ. കൊച്ചി ഒരുങ്ങിയിരിക്കുകയാണ്, വനിതകൾക്ക് വേണ്ടിയിട്ട് കൊച്ചി തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ രാത്രി അത് ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ വനിതകളും ഈ മിഡ്നൈറ്റ് റണ്ണിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. 1000-ലധികം വനിതകളെ പ്രതീക്ഷിച്ചിരുന്നത് 1500-ലധികം വനിതകൾ തന്നെയാണ് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൃത്യം 9 മണിയോട് കൂടി നമ്മൾ ഈ പിങ്ക് മിഡ്നൈറ്റ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ആയിരിക്കും ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് എംഡിയും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ, എറണാകുളം ജില്ലാ കളക്ടർ, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള വിശിഷ്ടാതിഥികൾ ഈ പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന് അണിനിരക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിന്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, മാറ്റൊരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് ഒഴുകിയെത്തും. പിന്നീട് ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന പിങ്ക് മിഡ്നൈറ്റ് റൺ 5 കിലോമീറ്റർ പിന്നിട്ടതിന് ശേഷം ശരി ആൻമരിയ, ഏതായാലും ഇപ്പോൾ തന്നെ അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ കലാപരിപാടികളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആളുകളുടെ സജീവ പങ്കാളിത്തം ഇപ്പോൾ തന്നെയുണ്ട്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. കീർത്തന കേശവൻ കൂടി ചേരുന്നുണ്ട്. കീർത്തന, അങ്ങനെ 5 കിലോമീറ്ററാണ് പിങ്ക് മിഡ്നൈറ്റ് റൺ. അവിടെ നിന്ന് ആരംഭിക്കുന്നു, അവിടെ തന്നെ തിരികെ എത്തുന്നു. ആ റൂട്ട് സംബന്ധിച്ച വിവരങ്ങളും ഒപ്പം മറ്റ് വിശദാംശങ്ങളും. ഉന്മേഷ്, എന്തായാലും വലിയ തരത്തിലുള്ള പങ്കാളിത്തം തന്നെയാണ് നമുക്ക് ഈ പിങ്ക് മിഡ്നൈറ്റ് റണ്ണുമായി. ഇവിടെ ഒട്ടനവധി വനിതകളാണ് നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ട് നമ്മളിപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് നിബന്ധനകൾ കൂടി പങ്കുവയ്ക്കുകയാണ്. അറിയുന്നത് പോലെ 5 കിലോമീറ്ററാണ് നമ്മുടെ ഈ മിഡ്നൈറ്റ് റൺ. ഇതിൽ 2.5 കിലോമീറ്റർ കഴിഞ്ഞ് തിരിച്ച്, അതായത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ എത്തി അവിടുന്ന് തിരിച്ച് ഇതേ സ്ഥലത്ത് എത്തിച്ചേരണം. ഇവർക്കുള്ള നിബന്ധനകളിൽ ആദ്യത്തേത്, ഇവിടെ നമുക്കൊരു പിങ്ക് റിസ്റ്റ് ബാൻഡ് നൽകും. അത് ഇവിടുന്ന് തുടങ്ങുമ്പോൾ അവരുടെ കൈകളിൽ ഉണ്ടാവണം. തിരിച്ച് ഈ 2.5 കിലോമീറ്ററിൽ ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ എത്തുമ്പോൾ ഈ പിങ്ക് റിസ്റ്റ് ബാൻഡ് മാറ്റി അവിടെ നിന്ന് പച്ച റിസ്റ്റ് ബാൻഡ് ഇവർ വാങ്ങണം. ഇത് രണ്ടും ഇവിടെ എത്തുമ്പോൾ ഇവിടെ തിരികെ നൽകണം. അല്ലാത്ത പക്ഷേ മത്സരാർത്ഥികളെ അയോഗ്യരാക്കും. ഒപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വൈദ്യ സഹായങ്ങളും, അടിയന്തരമായിട്ടുള്ള വൈദ്യ സഹായം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. വെള്ളം, ഹൈഡ്രേഷൻ സംവിധാനങ്ങൾ, ഒപ്പം എനർജി ഡ്രിങ്ക് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം കുറച്ച് വനിതകളുണ്ട്. നമുക്ക് അവരുടെ കൂടെ ഒരു അഭിപ്രായം, അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. നിങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ എത്തിയവരാണ്? അതെ അതെ. എവിടെ നിന്നാ? ചാലക്കുടി നിന്നാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. എന്ത് തോന്നുന്നു, ഈ വനിതാ ദിനത്തിൽ ഇത്തരം ഒരു പരിപാടിയാണ് ഫ്ലവേഴ്സും 24ഉം വേണ്ടി വനിതകൾക്കായി ഒരുക്കിയിരിക്കുന്നത്? വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ നിബന്ധനകളൊക്കെ വായിച്ചു? എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാം വായിച്ചിട്ടുണ്ട്. യെസ്, അത് തന്നെയാണ്. ഇവരെല്ലാവരും സജ്ജരാണ്. ഉന്മേഷ്. കീർത്തന കേശവനാണ് വിവരങ്ങൾ നൽകിയത്. വീണ സനുവിലേക്ക് കൂടി. വീണ, പറയൂ. പിങ്ക് മിഡ്നൈറ്റ് റൺ രാത്രി 9 മണിക്കാണ്. വ്യവസായ മന്ത്രി പി രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ സജീവ പങ്കാളിത്തമുണ്ട്. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ 5 കിലോമീറ്റർ ദൂരത്തിലാണ് പിങ്ക് മിഡ്നൈറ്റ് റൺ നടക്കുന്നത്. ഒട്ടേറെ ആളുകൾ ഇപ്പോൾ തന്നെ പരിപാടിയുടെ ഭാഗമാകാൻ അവിടെ എത്തിയിട്ട് ഉണ്ട്.